സത്യവും കള്ളവും കൂടെ കുളിക്കാൻ പോയി. അപ്പോൾ രണ്ടുപേരോട് കുളിക്കടവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുളത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. രണ്ടുപേരും ഉടുപ്പൊക്കെ കുളക്കടവിൽ ഊരിയിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയിരുന്നത്. അപ്പോൾ കള്ളം ഏതാണ്ട് കള്ളം പറഞ്ഞ് കരയ്ക്ക് കയറി നോക്കിയപ്പോൾ കള്ളത്തിൻ്റെ കുപ്പായം അവിടെ കിടപ്പുണ്ട്. നാടായ നാട് മുഴുവൻ കള്ളം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കേറിയ ഒരു കറുത്ത കുപ്പായം. ഇനി അതിടാൻ കൊള്ളത്തില്ല, മുഷിഞ്ഞ് നാറിയിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് സത്യത്തിൻ്റെ കുപ്പായം കിടപ്പുണ്ട്. നല്ല സ്വർണ്ണ തുന്നലൊക്കെയുള്ള ഒരു വെള്ള കുപ്പായം കിടപ്പുണ്ട്. കള്ളം നോക്കിയപ്പോൾ ആ കുപ്പായം കൊള്ളാം. കള്ളം ആ കുപ്പായം എടുത്തിട്ടുകൊണ്ട് അങ്ങ് പോയി. പാവം സത്യം കുറേ നേരം കൂടെ വെള്ളത്തിൽ നിന്നു. അവസാനം കരയ്ക്ക് കയറി നോക്കിയപ്പോൾ സ്വന്തം കുപ്പായം അവിടെ കിടപ്പില്ല. പിന്നെ ആരുടെ കുപ്പായം കിടപ്പുണ്ട്? കള്ളത്തിൻ്റെ കുപ്പായം കിടപ്പുണ്ട്. സത്യത്തിന് കള്ളത്തിൻ്റെ കുപ്പായം ഇടാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് സത്യം അന്ന് തൊട്ട് ഉടുപ്പില്ലാതെ നടക്കുന്നത്. ദ നേക്കഡ് ട്രൂത്ത് എന്ന കഥയുണ്ടായത്, ഈ ചൊല്ലുണ്ടായത് ഈ കഥയെന്നാണ്. ദ നേക്കഡ് ട്രൂത്ത്. സത്യം നഗ്നമാണ്, അത് കുരിശിൽ നഗ്നമാണ്. സത്യം പറയാൻ അധികം വേഷം കെട്ടലുകളൊന്നും വേണ്ട എന്ന് പഠിപ്പിച്ചവന്റെ ഓർമ്മയുടെ പരിസരത്താണ് നാം ആയിരിക്കുന്നത്.